ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. പഴയന്നൂർ കുന്നത്ര ALP സ്കൂളിൽ പഠനോത്സവം ആഘോഷിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഡയറി പ്രകാശനവും ചടങ്ങിന് മാറ്റുകൂട്ടി. പഴയന്നൂർ കുന്നത്ര ALP സ്കൂളിൽ പഠനോത്സവം പ്രൗഢമായി നടന്നു. വിദ്യാർത്ഥികളായ അനിക, നിസ്ബ എന്നിവരുടെ സ്വാഗത പ്രഭാഷണത്തോടെ ആരംഭിച്ച ചടങ്ങിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ കഴിവിന്റെയും പരിശ്രമത്തിന്റെയും പ്രതിഫലനമാണ്. നമ്മുടെ അധ്യാപകരുടെ മാർഗനിർദ്ദേശവും മാതാപിതാക്കളുടെ പിന്തുണയും കൊണ്ടാണ് ഈ നേട്ടങ്ങൾ സാധ്യമായത്. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സന്നിഹിതരായിരിക്കുന്ന ശ്രീമതി ശ്രീജ ടീച്ചറെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Education is not limited to textbook and classroom. It is about discovering our abilities, building confidence and developing values. Today's event reflects the hard work of our students and the dedication of our teachers. സ്കൂൾ ലീഡർ സദൃശ്യ ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഉത്സവമാണിത്. വിദ്യാഭ്യാസം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശക്തിയാണ്. പുസ്തക ജ്ഞാനത്തോടൊപ്പം ചിന്താശേഷി, മൂല്യബോധം, സാമൂഹിക ബോധം എന്നിവ വളർത്തുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന പ്രദർശനങ്ങളും പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിന്റെയും അധ്യാപകരുടെ സമർപ്പണത്തിന്റെയും തെളിവുകളാണ്. നമ്മുടെ പഠനോത്സവം വിജയകരമാക്കി മാറ്റാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. BRC കോർഡിനേറ്ററും കവയത്രിയുമായ ശ്രീജ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. സർവ്വതോന്മുഖമായ വളർച്ച ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സും ഓരോ വിദ്യാലയങ്ങളുടെയും ലക്ഷ്യം അതാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ കുട്ടിക്ക് ഏറ്റവും മികച്ചത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ ഏറെ മെച്ചപ്പെടലിന്റെ രീതിയാണെന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. പഴയ കാലത്തൊക്കെ ആകുമ്പോൾ ഒരു അൺഎയ്ഡഡ് സ്കൂളിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാതാപിതാക്കൾ പറയുന്നത് എനിക്കോ പഠിക്കാൻ കഴിഞ്ഞില്ല, എന്റെ കുട്ടികൾക്ക് അത് നേടിയെടുക്കണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെയാണ് വാചാലമായിട്ടൊക്കെ പറയാറ്. പക്ഷെ ഇന്ന് നമ്മളുടെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളെ വെല്ലുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ലെവലിലായാലും അത് പ്രയോഗിക്കുന്ന രീതിയിലായാലും നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അനികയോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ അധ്യാപകർ നടത്തുന്ന എഫേർട്ട് എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് കുന്നത്തറ പോലുള്ള സ്കൂളില് ഞാൻ ശരിക്കും ഉദ്ഘാടനം ചെയ്യേണ്ട ആളെയല്ല, കാരണം ഞാനിവിടെ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഒരാളാണ്. ശരിക്കും സ്കൂളിന്റെ ഭാഗമാണ്, അതിഥികളെ ഉദ്ഘാടനം ചെയ്യുക. പക്ഷെ BRCയുടെ അംഗം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. സാധാരണ കുന്നത്തറ സ്കൂളിൽ ഞാൻ ഒട്ടും മധ്യല്ല. ചടങ്ങിൽ വെച്ച് സംയുക്ത ഡയറി പ്രകാശനം നിർവഹിക്കുകയും എഴുത്തുകാരി ലിജീഷ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു. കവയത്രി ശ്രീജയ്ക്ക് സ്നേഹാദരം അർപ്പിച്ച ചടങ്ങിൽ കുടുംബശ്രീ പ്രവർത്തകർക്കായി മലയാള മിഷൻ നടത്തിയ മലയാളശ്രീ മെഗാ ക്യൂസ് 2026 സംസ്ഥാന തലത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഐഷയെ അനുമോദിച്ചു.
സ്കൂൾ പ്രധാനാധ്യാപിക എം പ്രമീള, SSG അംഗങ്ങളായ അസീസ് KM, കരുണാകരൻ, രവീന്ദ്രൻ, PTA പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, വൈസ് പ്രസിഡന്റ് ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഈ 1ാം ക്ലാസ്സിൽ തന്നെ കവിത, അവാർഡ്സ്, അങ്ങനെ പുതിയ പേരുകൾ, പുതിയ പരിപാടികൾ ഞങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ ബോധം കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് അവർ പഠിച്ചെടുക്കണേന്ന് അവർക്കാണ് കഷ്ടപ്പാട്. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചെടുക്കാൻ കഷ്ടപ്പാടാന്ന് പറഞ്ഞിട്ട് നമ്മൾ മടി കാണിക്കരുത്. പഠിക്കണം, കളിക്കണം, വളരണം. ഇപ്പോ ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു പോകണം. 30-35 വയസ്സിന് മുകളിലുള്ള ചില അമ്മമാർ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഫേസ്ബുക്കിൽ അവരുടെ ആഗ്രഹങ്ങളാണ് ഈ സിനിമാ ഡയലോഗുകൾ, സിനിമയിലെ പാട്ടുകൾ, ഇങ്ങനെ ഓരോരുത്തരും. അപ്പൊ ഞാൻ ആലോചിക്കാൻ ഒരു 30 കൊല്ലം മുമ്പൊക്കെ ഈ ഫേസ്ബുക്കും ഈ സൗകര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ആയിരുന്നു ഈ സ്കൂളുകളിലൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിപ്പോ അതിനൊക്കെയുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ കഴിവും പ്രാപ്തി നമ്മൾ പുറത്തെടുക്കാനും അത് അവതരിപ്പിക്കാനുമുള്ള വേദി, സാഹചര്യം എല്ലാം അന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥി ഫാത്തിമ സൻഹ നന്ദി രേഖപ്പെടുത്തി. CCV ന്യൂസ്, പഴയന്നൂർ.